ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഒരു ഗാതേർഡ് ഫ്രോക്കാണ്, അല്ലെങ്കിൽ ഗാതേർഡ് ഗൗണാണ്. ഫുൾ ഗൗണാണ്. അപ്പം ഒരു പ്രിൻസസ് ഗൗണാണ്. അപ്പം ഞാനൊരു റെഡിമെയ്ഡ് മോഡലാണ് തയ്ക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി യോക്ക് ഭാഗത്തിന് ഹെവി എംബ്രോയിഡറി ചെയ്ത ഒരു നെറ്റ് പീസാണ്. ഇത് ഞാൻ 1/2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് യോക്ക് ഭാഗത്തിന് ഫ്രണ്ടിലും ബാക്കിലും പാനലായിട്ട് വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്ത് സ്കേർട്ട് ഭാഗത്ത് ഞാൻ നെറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് സോഫ്റ്റ് നെറ്റാണ്. ഇത് ഞാൻ 4 മീറ്റർ എടുത്തിട്ടുണ്ട്. കാരണം ഞാനിത് 2 ലെയറായിട്ടാണ് വയ്ക്കുന്നത്. അപ്പം നന്നായിട്ട് സ്കേർട്ട് ഭാഗത്ത് നന്നായിട്ട് ഫ്ലയറായിട്ട് നന്നായി പൊങ്ങി നിൽക്കാനായിട്ട്. അപ്പോൾ 4 മീറ്റർ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 3 തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ നെറ്റിൻ്റെ താഴെ വയ്ക്കാനായിട്ടുള്ള ലൈനിങ്, ഇത് ഞാൻ ക്രേപ്പ് തുണിയാണ്, ക്രേപ്പ് ഫാബ്രിക്കാണ്. അപ്പം ഇത് ഞാൻ 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാറ്റിനും ഉപയോഗിക്കാം. സാറ്റിനാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. സാറ്റിനാണ് സാധാരണ ഉടുപ്പിന് ലൈനിങ്, അതായത് നെറ്റ് ഫാബ്രിക്കിന് ലൈനിങ് സാറ്റിനാണ് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ക്രേപ്പാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വയ്ക്കാം, ക്രേപ്പ് അല്ലെങ്കിൽ സാറ്റിൻ. കോട്ടൺ ഒരിക്കലും വയ്ക്കരുത്. അതിനുശേഷം ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഞാൻ വൈറ്റ് കോട്ടൺ ലൈനിങ് ആണ് വയ്ക്കുന്നത്. അപ്പം ഇതും 2 മീറ്റർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഏറ്റവും താഴെ ഒന്നും കൂടി സ്റ്റിഫായിട്ട് നിൽക്കുന്ന കോട്ടനാണ്, സ്റ്റിഫ് കോട്ടനാണ്. അപ്പോൾ എല്ലാ ഉടുപ്പിനും നമുക്ക് റെഡിമെയ്ഡ് ഉടുപ്പുകൾക്കൊക്കെ കാണാം താഴെ വൈറ്റ് കോട്ടൺ വെച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ സ്റ്റിഫ് നെറ്റ് വയ്ക്കാം. സ്റ്റിഫ് നെറ്റ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും താഴത്തെ ലെയർ സ്റ്റിഫ് നെറ്റ് വയ്ക്കരുത്. വൈറ്റ് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം സ്റ്റിഫ് നെറ്റ് വയ്ക്കാനായിട്ട്. സ്റ്റിഫ് നെറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചില കുട്ടികൾക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കോട്ടണിലെ ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും മടക്കാൻ എളുപ്പവും കട്ട് ചെയ്യാൻ എളുപ്പം കോട്ടൺ ലൈനിങ്ങാണ്. നെറ്റും അതുപോലെ സാറ്റിനൊക്കെ നമുക്ക് മടക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് കോട്ടണിലെ യോക്ക് ഭാഗം അളവുകൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം അളവുകളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. ഇത് 3 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അളവ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാനിവിടെ 5 ഇഞ്ചാണ് എടുക്കുന്നത്. 5 തൊട്ട് 5.5 ഇഞ്ച് വരെ എടുക്കാം. ഞാനിവിടെ 5 ഇഞ്ച് എടുക്കുക. അതിനുശേഷം താഴേക്കും 5 അല്ലെങ്കിൽ 5.5 ഇഞ്ച് എടുക്കുക. അതായത് കൈക്കുഴിയുടെ ഭാഗം വരുന്ന ആ ഒരു ലൈനിൽ 5.5 ഇഞ്ച് തന്നെ എടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് കൂട്ടി യോജിപ്പിച്ച് ആ പോയിൻ്റുകൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ശേഷം താഴേക്ക് 5.5 ഇഞ്ച് എടുത്ത ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് സൈസ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് സൈസിൻ്റെ ചുറ്റളവ് എത്രയാണോ അതിൻ്റെ 4 ഭാഗം എടുത്തിട്ട് എക്സ്ട്രാ 1 ഇഞ്ചും കൂടി കൂട്ടുക. ഞാനിവിടെ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു പോയിന്റിൽ മുട്ടുന്ന വിധത്തിൽ കൈക്കുഴി വരച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ലീവ് വയ്ക്കുന്ന ഫ്രോക്കാണ് തയ്ക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് സൈസ് അടയാളപ്പെടുത്താം. വേസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ ഇത് ലോങ് ഫ്രോക്ക് ആയതുകൊണ്ട് വേസ്റ്റ് സൈസ് കുറച്ചും കൂടി ഇറക്കുക. അതായത് നമ്മളുടെ കൈമുട്ടിൻ്റെ നേരയ്ക്ക് വരുന്ന ഭാഗം, ആ ഒരു ഭാഗം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ തൊട്ടിട്ട് എത്രയാണോ വേസ്റ്റ് സൈസ് അത് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 10.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 10.5 അല്ലെങ്കിൽ 10.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൂടുതൽ അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം കൂടുതലെടുത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് വേസ്റ്റ് സൈസ് എത്രയാണ് അടയാളപ്പെടുത്താം. അപ്പോൾ എത്രയാണോ വേസ്റ്റ് സൈസ് അതിൻ്റെ നല്ലൊരു ഭാഗം എടുത്തിട്ട് +1 ഇഞ്ചും കൂടി കൂടുതലെടുക്കുക. ഞാനിവിടെ 5 ഇഞ്ചാണ് എടുക്കുന്നത്.
എന്നിട്ട് നമുക്ക് ആ പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ചെസ്റ്റ് മെഷർമെൻറ്റും വേസ്റ്റ് മെഷർമെൻറ്റും. ശേഷം നമുക്കത് ലൈൻ വരച്ചിട്ട് യോക്ക് ഭാഗത്തിൻ്റെ ഷേപ്പ് വരയ്ക്കാം. അപ്പം അവിടെ ഒരു ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ വേസ്റ്റേഴ്സിൻ്റെ ഭാഗത്തൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഒരു 1/2 ഇഞ്ചോളം മുകളിലേക്ക് എടുത്തിട്ട് ഇതുപോലൊരു ചെറിയ കർവ് പോലെ, ഒരുപാട് കർവ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്താൽ മതി. ഒരു 1/2 ഇഞ്ചോളം നമ്മുടെ വേസ്റ്റ് സൈസിൻ്റെ അടയാളപ്പെടുത്തിയ ആ ഭാഗത്തു നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കർവ് കൊടുത്തിട്ട് വരയ്ക്കും. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ സിബ് ഉപയോഗിക്കുന്നുണ്ട്. സിബ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് ഇറക്കിയിട്ട് നെക്ക് അടയാളപ്പെടുത്തുന്നില്ല. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാൻ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവ് തന്നെയാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്യുക, ഫ്രണ്ട് പാനലും ബാക്ക് പാനലും. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് പാനലിനും ബാക്ക് പാനലിനും നെക്ക് ഒരേ അളവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സിബ് ഉപയോഗിക്കുന്നതുകൊണ്ട് താഴത്തേക്ക് അത്ര ഇറക്കുന്നില്ല, താഴത്തേക്ക് 3 ഇഞ്ചോളം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ശേഷം നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചരിവ് കൊടുത്ത് വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ യോക്ക് ഭാഗം റെഡിയായി. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ആദ്യം ഈ ലൈനിങ് പീസ്, അതായത് സാറ്റിൻ പീസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ യോക്ക് ഭാഗവും ഇതുപോലെ നമ്മൾ കോട്ടൺ കട്ട് ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം ഞാനിവിടെ സ്കേർട്ട് പാർട്ട് അംബ്രല കട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുത്ത അംബ്രല അധികം ഇറക്കം കിട്ടത്തില്ല. അപ്പോൾ ആദ്യം അംബ്രല കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ യോക്ക് ഭാഗം നേരത്തെ അടയാളപ്പെടുത്തിയ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണി 2ആയിട്ട് മടക്കാം. ഇത് 2 മീറ്റർ തുണിയാണ്. 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ അംബ്രല കട്ടിങ്ങിന് മടക്കുന്ന പോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. അപ്പോൾ അംബ്രല കട്ട് ഞാൻ മുന്നത്തെ കുറേ വീഡിയോസിൽ അംബ്രല കട്ട് എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇത് മനസ്സിലാവാത്തവർ, ഇതിൻ്റെ മടക്കം മനസ്സിലാവാത്തവർ അത് പോയി കാണുക. അംബ്രല കട്ട് ഫ്രോക്കും അതുപോലെ ചുരിദാറിനുള്ള ഇതൊക്കെ ഞാൻ മടക്കേണ്ട രീതി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് 2ആയിട്ട് മടക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു കോർണറിൻ്റെ ഭാഗം എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് മടക്കിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കാം. ഇത് 2 മീറ്റർ എടുത്താലാണ് നമുക്ക് ലോങ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 മീറ്റർ എടുക്കുന്നത്. നിങ്ങൾക്ക് ലോങ് വേണ്ട, മുട്ടിൻ്റെ അതുവരെയുള്ള ഫ്രോക്കാണ് വേണ്ടതെങ്കിൽ അത്രയും വേണ്ടി വരില്ല. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെയാണ് മടക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ, ഇതാണ് അതിൻ്റെ ഓപ്പൺ സൈഡ്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ അരഭാഗം, അതായത് വേസ്റ്റ് മെഷർമെൻറ്റ് അതിൻ്റെ മുകളിലായിട്ട് അടയാളപ്പെടുത്തുക, അതായത് ഈ സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയ അതേ യോക്ക് ഭാഗം എടുത്തിട്ട് ആ ഒരു
അളവിനെ നമുക്കതിൽ ഈസി ആയിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ മടക്കിയ ഭാഗത്ത് തന്നെ നമ്മൾ യോക്ക് ഭാഗം മടക്കിയ ആ ഒരു ഭാഗം വരുന്ന രീതിയിൽ വയ്ക്കുക. ഇതുപോലെ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും എടുക്കണ്ട, കാരണം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടാണ് യോക്ക് ഭാഗം കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വയ്ക്കുക, അതായത് അതിൻ്റെ താഴെഭാഗം അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. വേറെ എക്സ്ട്രാ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം അടയാളപ്പെടുത്താം. നമ്മൾ ഇവിടെ ഓൾറെഡി എക്സ്ട്രാ എടുത്തത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ചെറിയൊരു കർവ് പോലെ കൊടുക്കുക. അതിനുശേഷം താഴേക്കുള്ള ഇറക്കം, വേസ്റ്റ് സൈസ് തൊട്ട്, വേസ്റ്റ് മെഷർമെൻറ്റ് തൊട്ട് താഴേക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് അളക്കുക. അതിനേക്കാളും ഒരു 1/2 ഇഞ്ചോളം കൂടുതൽ എടുത്താൽ മതി. കാരണം നമ്മൾ താഴെ മടക്കി തയ്ക്കൊന്നുമില്ല, നെറ്റായതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ 24 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്ത് 24 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ അടയാളപ്പെടുത്തിയ വേസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയ ആ ഒരു പോയിൻറ്റിൽ നിന്ന് താഴേക്കുള്ള ഇറക്കം ഇതുപോലെ അടയാളപ്പെടുത്തുക. ഒരു പോയിൻറ്റിൽ നിന്ന് ആദ്യം ഒരു എഡ്ജിൽ വയ്ക്കുക, അതിനുശേഷം നമ്മുടെ അളവ് അടയാളപ്പെടുത്തുക. ഇരുപത്തി 4.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. അതിനുശേഷം മുകളിലത്തെ പോയിൻറ്റിൽ നിന്നും നീക്കി വയ്ക്കുക, അതുപോലെ തന്നെ താഴെയും നീക്കി വെച്ചിട്ട് 24.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ നിന്ന് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റിൽ വെച്ച ആ പോയിൻറ്റിൽ നിന്നും മാറ്റി വയ്ക്കുക. ഇതുപോലെ മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു 3-4 പോയിൻ്റെങ്കിലും അടയാളപ്പെടുത്തുക. അങ്ങനെ മാറ്റി വെച്ചിട്ട് ആ പോയിൻ്റുകൾ തമ്മിൽ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു ചെറിയ കർവ് പോലെ കിട്ടും. ഇതുപോലെ ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ വൈറ്റ് കോട്ടൺ ലൈനിങ്ങും ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ അതിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തൊന്നും വേണ്ട, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാറ്റിൻ തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സാറ്റിൻ കട്ട് ചെയ്ത അത്രയും ഇറക്കത്തിൽ വൈറ്റ് കോട്ടൺ കട്ട് ചെയ്യേണ്ട, 1 ഇഞ്ചോളം കുറച്ച് കട്ട് ചെയ്യുക.
കാരണം താഴേക്ക് എങ്ങാനും വൈറ്റ് കോട്ടൺ കണ്ടാൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ 24.5 ഇഞ്ച് എടുത്ത് നമ്മൾ സാറ്റിൻ കട്ട് ചെയ്തു. അപ്പോൾ 23 ഇഞ്ചോ 22 ഇഞ്ചോ കട്ട് ചെയ്താൽ മതി വൈറ്റ് കോട്ടൺ. നമ്മുടെ സ്കേർട്ട് പാർട്ട് റെഡിയായി. അതിനുശേഷം നമുക്ക് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് ഭാഗം, കോട്ടണിൽ കട്ട് ചെയ്ത് വെച്ച യോക്ക് ഭാഗം നമുക്ക് സാറ്റിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തുണി ബാക്കി കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് അംബർല ഷേപ്പിൽ മടക്കുമ്പോൾ അത്രയും ലെങ്ത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പീസിൽ നിന്ന് നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തുണിയും കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നെറ്റ് പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. താഴേക്കുള്ള സ്കേർട്ട് പാർട്ടിൻ്റെ നെറ്റ് നമ്മൾ 4 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 മീറ്റർ 2 മീറ്ററായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം എത്രയാണോ ഇറക്കം, നമ്മൾ സ്കേർട്ട് പാർട്ടിന് എത്രയാണോ ഇറക്കം, ഞാൻ 24.5 ഇഞ്ചാണ് എടുത്തത്. ആ ഒരു ഇറക്കത്തിൽ നമ്മൾ നെറ്റ് പീസ്, അതായത് 2 മീറ്റർ മുകളിലേക്ക് 2 മീറ്റർ താഴേക്കുള്ള ലെയർ, അത് നമ്മൾ എത്രയാണോ ഇറക്കം എന്ന് വെച്ചാൽ അത്രയും ഇറക്കത്തിൽ കട്ട് ചെയ്യുക. വീതി എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ചുളിവുകളുള്ള ഫ്രോക്കാണ് അല്ലെങ്കിൽ ഗൗണാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മീറ്റർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത്രയും പൊന്തി നിൽക്കും ഉടുപ്പ്. അപ്പോൾ എത്രയാണ്, അപ്പോൾ എനിക്കിവിടെ ഈ ഒരു വീതിയുള്ള നെറ്റ് പീസ് ആയതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ നടുമടക്കിയിട്ട് എനിക്ക് 24 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്രയാണോ നിങ്ങളുടെ ഇറക്കം അത്രയും തുണി എടുത്തിട്ട് കട്ട് ചെയ്യുക. അതായത് 2 മീറ്റർ എടുത്തിട്ട് 24 ഇഞ്ച് എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ തുണിയും എടുത്തിട്ട് കട്ട് ചെയ്യുക.